മോഹൻലാൽ. നമ്മളൊക്കെ എന്നെ സംബന്ധിച്ചോളം ഞാൻ ജനിച്ച സമയം മുതൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും ഒക്കെ മോഹൻലാൽ സിനിമകളാണ്. അപ്പം അങ്ങനെ ഒരു ആക്ടറിനെ യൂസ് ചെയ്ത് ഒരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരേ സമയം ട്രിക്കിയുമാണ്, അതേപോലെ തന്നെ എക്സൈറ്റ്മെൻറ്റുമാണ്. ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കും. പിന്നെ തമാശ പറഞ്ഞ അവിടെ ഇരിക്കും. പിന്നെ നേരെ നമ്മൾ കാണുന്നത് നേരെ ക്യാമറയുടെ മുമ്പിലേക്ക് പോയിട്ട് നമുക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു പെർഫോമൻസാണ്. സൈലൻസുകളുള്ള നോട്ടങ്ങൾ, ചില സൈലൻസുകൾ, ചില നോട്ടങ്ങൾ, ചില ബോഡി പൊസിഷനുകൾ, അല്ലെങ്കിൽ ഐയുടെ ചില മൂവ്മെൻറ്റുകൾ, അതെല്ലാം ആസ് ആൻ ആക്ടർ, അതുകൊണ്ടാണ് അദ്ദേഹം വേറൊരു ലീഗിൽ നമ്മൾ അദ്ദേഹത്തെ പ്ലേസ് ചെയ്യുന്നത്. നമ്മളിലൊരാളായി നമ്മളോട് കഥകളൊക്കെ പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു. പുള്ളി ലൈക്ക് ഭയങ്കര ഈസിലി അഡാപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ലൈക്ക് ഭയങ്കര ഈസി ആയിട്ട് ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ വൈബ് എന്താണോ, ഞങ്ങളുടെ മൂഡ് എന്താണോ, പുള്ളി ഈസിലി അതിലേക്ക് മാറുകയും ഞങ്ങളെ കൂടെ നിന്ന് തമാശകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ലൈക്ക് ഭയങ്കര ഈസി ആയിട്ട് പോകുന്ന ഒരു പ്രോസസ്സായിരുന്നു. പലപ്പോഴും നമ്മളെ ഈ ലാലേട്ടൻ ഈ കഥാപാത്രമായിട്ട് മാറുമ്പോൾ ക്യാമറയ്ക്ക് പുറകിൽ ഇരുന്നിട്ട് ചിലപ്പോൾ മോണിറ്ററിൻ്റെ പുറകിലേക്ക് തരുണിൻ്റെ അടുത്തായിരിക്കും നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. എന്ന് വെച്ചാൽ ഈ മനുഷ്യൻ അതിൻ്റെ അടുത്തേക്ക് ആഴത്തിലിറങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു ഷോട്ട്, ചിലപ്പോൾ അത് പെർഫോം ചെയ്ത് കാണുമ്പോൾ നമുക്ക് തോന്നും ആ സിനിമ മൊത്തം ആ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടെന്ന്. അത് എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് സിനിമ മോഹിക്കുന്ന, സിനിമയിൽ ആഗ്രഹിക്കുന്ന, സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്ന, സിനിമ വളരെ ഡീപ്പിൽ ആക്ടിങ്ങിനെ പറ്റി പഠിക്കുന്ന എല്ലാവർക്കും ഒരു ടെക്സ്റ്റ് ബുക്കാണ് അത്. നമ്മളത് ഇൻ ഡീപ്പിൽ സിനിമകൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ ചില റിയാക്ഷൻ അത് പുള്ളിക്ക് മാത്രമേ പറ്റുള്ളൂ. ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ. കാരണം വെച്ചാൽ നിമിഷ നേരം കൊണ്ട് ആൾ മാറി. പിന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരുന്ന അല്ലെ ചേട്ടനിങ്ങനെ കാണുന്ന ഓരോ ഭാവങ്ങളും, അത് എനിക്ക് തോന്നുന്നു ഇനി ഇങ്ങനത്തെ നടനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു മൂമെൻറ്റിൽ ലാലേട്ടൻ തരുന്ന പല കാര്യങ്ങളും നമ്മൾ എഴുതി ഉണ്ടാക്കിയൊരു കഥാപാത്രം അല്ലെങ്കിൽ മോണിറ്ററിൻ്റെ പുറകിൽ നമ്മൾ കാണുമ്പോൾ അതുണ്ടാക്കിയൊരു അത്ഭുതം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. അറ്റ് ഫാൻ ബോയ് എന്ന് പറയുന്നത് ഞാൻ പണ്ട് കണ്ടിട്ടുള്ള വരവേൽക്കും, ഞാൻ പണ്ട് കണ്ടിട്ടുള്ള മിഥുനവും, അല്ലെങ്കിൽ അതിലേക്കുള്ള ലാലേട്ടൻ്റെ ഒരു പുതിയ വേർഷനാണ് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ പറയും ഈ ക്യാരക്ടർ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളും അങ്ങനെ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.